IBO 2 എട്ടാമത്തെ യൂണിറ്റ് ഇൻ്റർനാഷണൽ ബ്രാൻഡിംഗ്, പാക്കേജിംഗ് ആൻഡ് അതർ ഡിസിഷൻ. നമ്മൾ കഴിഞ്ഞ വർഷം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ പഠിച്ച സെയിം വിഷയമാണ്. അതിനൊരു ഇൻ്റർനാഷണൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ദ ഫസ്റ്റ് വൺ, ബ്രാൻഡിങ്. ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നെയിം അല്ലെങ്കിൽ സൈനോ സിമ്പിളോ ഒക്കെ കൊടുക്കുക, നമ്മുടെ പ്രൊഡക്റ്റിന് ഡിഫറെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആപ്പിളിൻ്റെ സിമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ കോൾഗേറ്റ്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അതൊരു ബ്രാൻഡാണ്. ടാറ്റ ഇറ്റ്സ് ബ്രാൻഡ്. ആ നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ സ്പെഷ്യൽ പേര് കൊടുത്താലേ ആളുകൾക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു ബ്രാൻഡ് ആളുകളുടെ മനസ്സിലിങ്ങോട്ട് ഉറക്കും. പോപ്പി കുട, നമ്മുടെ മനസ്സിൽ കുടയെ പറ്റിയുള്ള അംബ്രലയെ പറ്റിയുള്ള ബ്രാൻഡാണ്. അതാണ് ബ്രാൻഡിങ്. നമ്മുടെ പ്രൊഡക്റ്റിന് സ്പെഷ്യൽ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പിക്ചർ, ഒരു ലോഗോ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് ആൾക്കാർക്ക് നമ്മളതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ബ്രാൻഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്? നമ്മൾ പ്രൊഡക്റ്റിന് ബ്രാൻഡ് കൊടുത്താൽ, ഇന്ന് ബ്രാൻഡില്ലാത്ത പ്രൊഡക്റ്റുകൾ വളരെ റെയറാണ്, ഇല്ലയെന്ന് തന്നെ പറയാം. ഉണ്ട്, നമ്മളിപ്പോൾ റോഡ് സൈഡിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെ കാണുന്ന ഒരു ബ്രാൻഡില്ലാത്ത, കമ്പനി നെയിമില്ലാത്ത പ്രൊഡക്റ്റുകളുണ്ട്. പക്ഷേ നമ്മളതിന് വളരെ ചീപ്പായിട്ട് വിലക്ക് സാധനം കിട്ടുകയും ചെയ്യും. ആളുകൾ അതിന് വാല്യൂ കൊടുക്കുന്നില്ല ശരിക്കും ബ്രാൻഡില്ലാത്ത സാധനങ്ങൾക്ക്. എന്തായാലും ബ്രാൻഡിങ് കൊണ്ടുള്ള ഉപയോഗം എന്താ? ഡിസ്റ്റിങ്വിഷ് ദ പ്രൊഡക്റ്റ് ഫ്രം അതേഴ്സ്. മറ്റുള്ള പ്രൊഡക്റ്റിൽ നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിനെ ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും, കസ്റ്റമേഴ്സിന്. ഓക്കെ, വേർതിരിക്കാൻ പറ്റും ആളുകൾ. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റു പ്രൊഡക്റ്റുകൾ കൂട്ടി നിൽക്കുമ്പോൾ, ഇപ്പോൾ ഒരു കടയിൽ നമ്മൾ ഫോൺ വാങ്ങാൻ ചെന്നാൽ മറ്റു പ്രൊഡക്റ്റിനെ കൂട്ടി നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേക ലോഗോ ഉണ്ട്. ഒരു ആപ്പിളിൻ്റെ ഒരു ചിഹ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ലോഗോ കണ്ടിട്ട് നമ്മുടെ ബ്രാൻഡിനെ ആളുകൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ, മറ്റേ ഫോൺ, നമ്മൾ ഒരുപാട് ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മനസ്സിന് പ്രയാസപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒറ്റ ബ്രാൻഡ് കാണുന്നതോട്ട് തന്നെ നമ്മുടെ പ്രൊഡക്റ്റും മറ്റു പ്രൊഡക്റ്റും നമ്മളുടെ ആളുകൾ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് ഹൈ പെർഫോമൻസ് ഉള്ള ഫോണാണ്, അങ്ങനെ മനസ്സിലാക്കി കഴിയും. അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് ഉണ്ടായി കഴിയും. ചില ബ്രാൻഡുകൾ ഒരു സിമ്പിൾ, ഒരു ക്വാളിറ്റീൻ്റെ സിമ്പിളായി മാറും. ഇതൊക്കെ നമുക്ക് ഉദാഹരണം പറയാൻ വ്യത്യസ്ത. ഇപ്പോൾ സാംസങ്, നമുക്കൊരു ക്വാളിറ്റി ഉണ്ട് നമ്മൾ തോന്നുന്ന സാധനം. റോൾസ് റോയ്സ്, ഒരു ലക്ഷറി ഫീലിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണെങ്കിൽ, ഒരു നിലവിലുള്ളൊരു ബ്രാൻഡിൻ്റെ അണ്ടറിലാണെങ്കിൽ അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൽ ജി എന്നുള്ള കമ്പനി, അല്ലെങ്കിൽ സാംസങ് എന്നുള്ള കമ്പനിക്ക് അവർക്കിപ്പോൾ ടി വി, ഫ്രിഡ്ജ്, ഒരുപാട് ഫോണൊക്കെ ഉണ്ടല്ലോ. അവർ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്, ഒരു ബൈക്ക് ഇറക്കാമെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഒരു കാർ ഇറക്കുകയാണ് സാംസങ് എന്ന കമ്പനി. അധികം വലിയ ഇൻട്രൊഡക്ഷൻ അതിൻ്റെ ആവശ്യമില്ല. ആളുകൾ ഓൾറെഡി മനസ്സിലാക്കും. ആപ്പിൾ എന്നുള്ള ബ്രാൻഡ് ഒരു കാർ ഇറക്കുകയാണെങ്കിലോ കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അഡ്വർടൈസ്മെൻ്റ് ആവശ്യമില്ല. ആ ബ്രാൻഡ് നെയിം മതി. അതാണ് ഈസി ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്റ്റ്. ഇതൊക്കെയാണ് ബ്രാൻഡിങ്ങുള്ള ഉപകാരം. ബ്രാൻഡിങ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലല്ലോ. ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഫീച്ചേഴ്സ്, ഒരു ബ്രാൻഡിങ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നല്ലൊരു ബ്രാൻഡിന് വേണ്ട ഫീച്ചർ. ഒന്ന്, ഇത് ബ്രാൻഡും ഷോർട്ടും സിമ്പിളാവണം. വലിയൊരു എസ്സേ ആവരുത് ഒരു ബ്രാൻഡ് വളരെ സിമ്പിൾ. സാംസങ് അല്ലെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചിഹ്നം, ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി സജസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ആ ബ്രാൻഡ്. അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിരിക്കണം. നമ്മുടെ ബ്രാൻഡ് മറ്റൊരാളെ പോലെ ആവരുത്, ഡിഫറൻ്റ് ആൻഡ് യുണീക്ക്. അങ്ങനെ ഡിഫറൻ്റ് യുണീക്ക് പലരും പല മെത്തേഡ്. ആപ്പിളിൻ്റെ ഒരു ഭാഗം കടിച്ചെടുത്ത ഒരു പോലെയാണല്ലോ പലപ്പോഴും ആപ്പിളിൻ്റെ ലോഗോ നമ്മൾ കണ്ടത്. റോൾസ് റോയ്സിന് 6x6 എന്നിട്ടിട്ട് വെറും 6 മാത്രമല്ല, ഇങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലാണ് എൻ്റെ ബ്രാൻഡിങ്. മഹീന്ദ്രൻ്റെ പുതിയ ബ്രാൻഡിങ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു പൂമ്പാറ്റയെ പോലെ M എന്ന് എഴുതിയിട്ട്. അതുപോലെ ഈസി ടു യൂസ് ഇൻ പാക്കിങ്ങും ലേബലിങ്ങിലും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാവണം. പിന്നെ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാവണം. ഇങ്ങനത്തെയൊക്കെ ആവണം ഒരു ബ്രാൻഡിങ്. ഇനി 4 തരത്തിലുള്ള ബ്രാൻഡിങ് സ്ട്രാറ്റജികൾ: കമ്പനി ബ്രാൻഡിങ്, കമ്പനി നെയിം ബ്രാൻഡിങ്, ഇൻഡിവിജ്വൽ ബ്രാൻഡിങ്, ആറ്റിറ്റ്യൂഡ് ബ്രാൻഡിങ്, അംബ്രല്ല ബ്രാൻഡിങ്. നമ്പർ 1, കമ്പനി ബ്രാൻഡിങ്. പലപ്പോഴും പല കമ്പനികളും അവരുടെ കമ്പനിൻ്റെ പേര് യൂസ് ചെയ്യും ആളുകളുടെ മനസ്സിലൊരു പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കമ്പനി നെയിം തന്നെ ശരിക്കും ഒരു ബ്രാൻഡ് റെക്കഗ്നൈസ് ആയിട്ട് ഇറക്കും. അതിലൊന്നാണ് സാംസങ് ആ കമ്പനിൻ്റെ നെയിം തന്നെയാണ്. ചിലർ കമ്പനീൻ്റെ പേര് കൊടുക്കില്ല, മറ്റൊരു പ്രത്യേക ബ്രാൻഡ് എടുക്കും. ഇപ്പോൾ 7up എന്നുള്ളത് ആ കമ്പനീൻ്റെ പേരൊന്നുമല്ല, അത് അവർ ആ ഡ്രിങ്കിനിട്ടൊരു ബ്രാൻഡ് നെയിമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കമ്പനി നെയിം ബ്രാൻഡ് ചെയ്യുന്നവരുണ്ട്. ഇൻഡിവിജ്വൽ ബ്രാൻഡിങ് ഉണ്ട്. ചില കമ്പനികൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാകും. ഓരോ പ്രൊഡക്റ്റിനും വ്യത്യസ്തമായ ബ്രാൻഡുകൾ കൊടുക്കും.
ഇപ്പോൾ ടാറ്റയ്ക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ എല്ലാത്തിലും നമ്മൾ ടാറ്റ എന്നല്ല കാണുക, പലപ്പോഴും പല പേരാണ് കാണുക. ഇപ്പോൾ ഈ കൂൾ ഡ്രിങ്ക്സിലേക്ക് വന്നാൽ കൊക്കോകോള, പെപ്സി, 7up ഇതൊക്കെ ശരിക്കും ഇതിലധികവും ഒരു കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. കമ്പനി ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബ്രാൻഡ് നെയിം വെച്ചിട്ട് ഇറക്കുകയാണ്. അപ്പോൾ വ്യത്യസ്ത പ്രൊഡക്റ്റുകളുള്ള കമ്പനി ഓരോ പ്രൊഡക്റ്റിനും ഇൻഡിവിജ്വലായിട്ട് പ്രത്യേകം ബ്രാൻഡ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഇൻഡിവിജ്വൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡ് ബ്രാൻഡിങ്, അതൊരു മറ്റൊരു തരത്തിലുള്ള ബ്രാൻഡിങ്, ജനങ്ങളുടെ മനോഭാവം തന്നെ മാറ്റിയെടുക്കുന്ന തരത്തിലുള്ള ബ്രാൻഡിങ്. അതായത് ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ബ്രാൻഡിങ് ശരിക്കും അതൊരു ആളുകളുടെ മനോഭാവം തന്നെ മാറിയിട്ടുണ്ട്. അതൊരു ലക്ഷറിയാണ്. ആപ്പിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ആളുകളുടെ നിലയും വില ഉണ്ടാകും, അല്ലെങ്കിൽ അതൊരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. നമ്മളൊരു ലൈഫ് തന്നെ മാറും ശരിക്കും. അത് റോൾസ് റോയ്സ് കാറുകൾ, ഇങ്ങനെ നൈക്കിൻ്റെ ഷൂ, ഇതൊക്കെ ഇതൊരു ജനങ്ങളുടെ മനോഭാവം തന്നെ അല്ലേ മാറ്റുന്ന തരത്തിലുള്ളൊരു ബ്രാൻഡിങ്ങാണ്. അപ്പോൾ ആളുകളുടെ ഫീലിങ്ങിൽ പിടിച്ചിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങാണ് ആറ്റിറ്റ്യൂഡ് ബ്രാൻഡിങ്. അതും നേരെയുള്ള പല ബ്രാൻഡിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് അതെന്ന് പറയാം. ലാസ്റ്റ് അംബ്രല്ല ബ്രാൻഡിങ്. നമ്മൾ ഇൻഡിവിജ്വൽ ബ്രാൻഡിങ് നേരെ ഓപ്പോസിറ്റാണ് അംബ്രല്ല ബ്രാൻഡിങ്. അംബ്രല്ല ബ്രാൻഡിങ് പറഞ്ഞാൽ കമ്പനിക്ക് ഒരൊറ്റ ബ്രാൻഡേ ഉള്ളൂ, എല്ലാ പ്രൊഡക്റ്റുകളും അതിൻ്റെ അണ്ടറിൽ തന്നെ, ഒറ്റ ബ്രാൻഡ്. ഇൻഡിവിജ്വൽ ബ്രാൻഡിങ്ങിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബ്രാൻഡ് നെയിം കൊടുക്കാം. അംബ്രല്ല ബ്രാൻഡിങ്ങിന് കമ്പനിക്ക് മൊത്തം ഒരൊറ്റ ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ അണ്ടറിൽ എല്ലാ പ്രൊഡക്റ്റും ഇറക്കും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ സാംസങ്ങിന് ഒരൊറ്റ ബ്രാൻഡേ ഉള്ളൂ. സാംസങ്ങിൻ്റെ ഫോണായാലും അതിൻ്റെ TV ആയാലും ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീനായാലും AC ആയാലും ഒക്കെ ഒരൊറ്റ ബ്രാൻഡ് നെയിമിലാണ്. അതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു പ്രോഡക്റ്റ് സാംസങ് ഇറക്കുകയാണെങ്കിൽ അതിന് ആ ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഇറക്കാൻ കുഴപ്പമൊന്നും ആളുകൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഏതെങ്കിലും ഒന്നിന് ഫാൾട്ട് ഉണ്ടായാൽ, സാംസങ്ങിൻ്റെ TVകൾ പെട്ടെന്ന് അടിച്ചു വന്ന സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ എല്ലാ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് അങ്ങ് ഡിമ്മാവും. AC ആവട്ടെ ഫോണാവട്ടെ ഒക്കെ ഡൗൺ ആവും. അപ്പോൾ ബ്രാൻഡിങ് അങ്ങനെ പ്രശ്നമുണ്ട്. ഒന്നിന് പ്രശ്നം പറ്റിയാൽ എല്ലാത്തിനും ബാധിക്കും. ഇൻഡിവിജ്വൽ ബ്രാൻഡിങ് അങ്ങനെയല്ല, ഒന്ന് പൊട്ടിയാൽ അതേ പോവുള്ളൂ, കാരണം ഓരോന്നിനും ഓരോ ബ്രാൻഡിങ് ആണല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട 4 സ്ട്രാറ്റജിയാണ് ഉള്ളത്. ഒന്ന് അംബ്രല്ല ബ്രാൻഡിങ്, എല്ലാ പ്രൊഡക്റ്റിനും കൂടി ഒറ്റ ബ്രാൻഡിങ്. നേരെ ഓപ്പോസിറ്റാണ് ഇൻഡിവിജ്വൽ ബ്രാൻഡിങ്, ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബ്രാൻഡിങ്. കമ്പനി നെയിം ബ്രാൻഡിങ്, പലപ്പോഴും സ്ഥാപനങ്ങൾ അവരുടെ നെയിം തന്നെ ബ്രാൻഡായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ 4 വ്യത്യസ്തമല്ല, ചിലതിൻ്റെ അണ്ടറിൽ പെടും. കമ്പനി ബ്രാൻഡിങ് തന്നെ അംബ്രല്ല ഉണ്ടാവും, ഇൻഡിവിജ്വലൊക്കെ ഉണ്ടാവും. ലാസ്റ്റ് ആറ്റിറ്റ്യൂഡ് ബ്രാൻഡിങ്. ചില ബ്രാൻഡുകൾ ജനങ്ങളെ മനോഭാവം തന്നെ മാറ്റിയെടുക്കും. ആ ബ്രാൻഡ് അങ്ങനെയാണ്, ആ ബ്രാൻഡ് ഉപയോഗിച്ചാൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊരു മനോഭാവത്തിലെത്തിക്കും. നമ്മൾ ആപ്പിൾ, റോൾസ് റോയ്സ് പോലത്തെ ബ്രാൻഡുകൾ. ഓക്കെ, ഇത് 4 മറിച്ച് 4 വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുക. 4 ഡിഫറൻ്റ് അല്ല എന്നർത്ഥം. ഇനി ഗ്ലോബൽ ബ്രാൻഡ്, ലോക്കൽ ബ്രാൻഡ്, അതായത് അന്താരാഷ്ട്ര ബ്രാൻഡ്. ഒരു ബ്രാൻഡ് വേൾഡിൽ ഒന്നിലധികം രാജ്യത്ത് വേൾഡ് വൈഡ് ആയിട്ട് ഒരു ബ്രാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്ലോബൽ ബ്രാൻഡ് എന്ന് പറയും. ഒരു ലോക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ മാത്രം ബ്രാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ലോക്കൽ ബ്രാൻഡ് എന്ന് പറയും. രണ്ടിനും അതിൻ്റേതായ മെച്ചങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ബ്രാൻഡിങ് പ്രോബ്ലംസ്. വളരെ സിമ്പിൾ. ചെറിയ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ബ്രാൻഡ് ജനങ്ങളുടെ മനസ്സിൽ കണ്ട് എത്തിക്കണമെങ്കിൽ കുറച്ച് സിമ്പിളാണ്. ഇനി അതേപോലെ തന്നെ പലപ്പോഴും ഫോറിൻ ബ്രാൻഡുകളെ ആ രാജ്യത്തുള്ള കമ്പനീസുകൾ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റേ രാജ്യത്തേക്ക് നമ്മളെ ബ്രാൻഡും കൊണ്ട് ചെല്ലാൻ പ്രയാസമാണ്. അതുള്ളൊരു ബ്രാൻഡിങ് അത് അവിടുത്തെ സാമൂഹിക സോഷ്യോ കൾച്ചറൽ വിഷയങ്ങൾ എഫക്റ്റ് ചെയ്യും. പലപ്പോഴും പല പ്രൊഡക്റ്റിൻ്റെയും ബ്രാൻഡ് നമ്മുടെ സംസ്കാരം മാറ്റിയെടുക്കുന്നു. പാശ്ചാത്യ ബ്രാൻഡുകൾ പലപ്പോഴും നമ്മുടെ സംസ്കാരം മാറ്റിയെടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ രാജ്യത്തെ ചില ബ്രാൻഡുകൾ അവരുടെ കൾച്ചർ തന്നെ മാറ്റിയെടുക്കും. ഇത് മാത്രമല്ല, ചില രാജ്യങ്ങളിൽ ഫോറിൻ ബ്രാൻഡ് ഓൾറെഡി ഡിസലൗഡാണ്, നോട്ട് അലൗഡ്, അൺറെസ്ട്രിക്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം ഇൻഡിവിജ്വൽ ബ്രാൻഡിങ്ങും അംബ്രല്ല ബ്രാൻഡിങ്ങും. ഇൻഡിവിജ്വൽ ബ്രാൻഡിങ് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒന്നിലധികം മൾട്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, ഓരോ പ്രൊഡക്റ്റിനും ഓരോ ബ്രാൻഡ് നെയിം കൊടുക്കുക. അംബ്രല്ല ബ്രാൻഡിങ് പറഞ്ഞാൽ ഒരൊറ്റ നെയിമിൽ കമ്പനിക്ക് ആകെ ഒറ്റ ബ്രാൻഡുള്ളൂ, ആ ബ്രാൻഡിൻ്റെ എല്ലാ പ്രൊഡക്റ്റും നമ്മളെ സാംസങ് പോലെ. ഇൻഡിവിജ്വൽ ബ്രാൻഡിങ് നമ്മളെ കൊക്കോകോള, പെപ്സി, 7up പോലെ കുറേ കമ്പനിയിൽ നിന്ന് വരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഓരോന്നിൻ്റെയും അതിൻ്റെ മാനുഫാക്ചർ നോക്കിയാൽ മതി, ആരാ നോക്കിയാൽ മതി. അപ്പോൾ ഇൻഡിവിജ്വൽ ബ്രാൻഡിങ്ങിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ ഒന്ന് വെരി എക്സ്പെൻസീവാണ്, ഒരുപാട് ബ്രാൻഡുകൾ വേണം. പക്ഷേ ഒരു ബ്രാൻഡ് ഫെയിലായാൽ അത് ആ പ്രൊഡക്റ്റിനെ ബാധിക്കുള്ളൂ, മറ്റു പ്രൊഡക്റ്റിനെ ബാധിക്കില്ല. അംബ്രല്ല ബ്രാൻഡിങ് ചീപ്പറാണ്, ഒറ്റ ബ്രാൻഡ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ മതി. പക്ഷേ ഒരു പ്രൊഡക്റ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ പ്രൊഡക്റ്റിൻ്റെ ഇമേജും നഷ്ടപ്പെടുത്തി കളയും.
അപ്പോൾ വലിയ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ ബ്രാൻഡിങ്ങാണ് നല്ലത്. നല്ല ചെറിയ സ്ഥാപനം അല്ലെങ്കിൽ കുറഞ്ഞ പ്രൊഡക്റ്റ് മാത്രമുള്ളെങ്കിൽ അംബ്രല്ല ബ്രാൻഡിങ്ങാണ് നല്ലത്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ബ്രാൻഡിങ് കഴിഞ്ഞു. ബ്രാൻഡിങ് പറഞ്ഞാൽ ലേബൽ ഒരു നെയിം ഒരു സിമ്പിൾ ഒരു സൈൻ. ബ്രാൻഡിങ് പറഞ്ഞാൽ നെയിമോ സൈനോ അങ്ങനത്തെ എന്തെങ്കിലുമാണ് ജനങ്ങളുടെ മനസ്സിൽ നമ്മളെ പ്രൊഡക്റ്റിനൊരു ഇടം കിട്ടാനുള്ള ഒരു നെയിം ഓർ സൈൻ. ലേബലിംഗ് അല്ല കേട്ടോ, ലേബലിംഗ് വേറെ വരുന്നുണ്ട്. മീനിങ് ഓഫ് പാക്കേജ്. നെക്സ്റ്റ്, പാക്കേജിങ് എന്താ? പാക്കേജിങ് വളരെ സിമ്പിൾ, നമുക്കറിയാലോ. ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു പാക്കിലാക്കും, പക്ഷേ ആ പാക്കേജിങ്ങിലും ചില മാർക്കറ്റിംഗ് അപ്പോൾ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് ദ കണ്ടെയ്നർ ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ കണ്ടെയ്നർ, അതൊരു പക്ഷേ കവറാകാം, ബോക്സ് ആകാം, എന്താവാം, അതിനെ ഡിസൈൻ ചെയ്യുന്നതിനാണ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റിനെ വളരെ അട്രാക്റ്റീവ് ആക്കുന്നതും അതുപോലെ ഡാമേജിൽ നിന്നൊക്കെ പ്രൊഡക്റ്റിനെ സംരക്ഷിക്കുന്നതും